അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിന്റെ ഈ 17ന്റെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരായ ബദരീങ്ങളോടൊപ്പം പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്ക് ഇടം നൽകട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു, മക്കളുടെ എക്സാമിന്റെ ഉന്നത വിജയത്തെക്കുറിച്ച് പറഞ്ഞു, ഒരുപാട് രോഗങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫദ്ല് കൊണ്ട് ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം മുറാദും എല്ലാവരുടെയും ഹാസ്യലാക്കി തരട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവർക്ക് അല്ലാഹു പ്രത്യേക ബറക്കത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും വേറിട്ട പോരിശയാക്കപ്പെട്ട ഒരു ദിവസമാണ് പരിശുദ്ധമായ റമളാൻ 17. അതിന്റെ പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ പരിശുദ്ധമായ ദിനം ബദർ ദിനം എന്ന പേരിൽ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ മനോഹരമായ ദിനമാണ്. ഈ പരിശുദ്ധമായ ബദർ ദിനത്തിൽ ഏറ്റവും മൂല്യമുള്ള നേരം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് അസർ കഴിഞ്ഞിട്ടുള്ള നേരമാണ്. യഥാർത്ഥത്തിൽ ബദർ യുദ്ധം എന്ന് പറയുന്ന ലോക ചരിത്രത്തിൽ തങ്ക ലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ സംഭവം അരങ്ങേറുന്നത് റമളാനിന്റെ 17ന്റെ അസർ കഴിഞ്ഞിട്ടുള്ള കുറച്ച് നേരത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ സമയം മുസ്ലിം ഉമ്മത്ത് ഏറ്റവും കൂടുതൽ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു മനോഹരമായ ദിവസമാണ്. മഹാന്മാരായ ബദരീങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല അവരുടെ മഹത്വം. മിൻ അഫ്ളലിൽ മുസ്ലിമീൻ എന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദരീങ്ങളെ കുറിച്ച്, ബദറിൽ പ്രസന്റ് ആയ സ്വഹാബികളെ കുറിച്ച് പറഞ്ഞത്. മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഉന്നതരാണ്, സമുന്നതരാണ് അവർ. മുസ്ലിമീങ്ങളിൽ ഏറ്റവും മഹാന്മാരാരാ? ബദരീങ്ങളാണെന്നാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ മലക്കുകളിലും. അള്ളാഹുവിന്റെ മലക്കുകളിൽ ഏറ്റവും ഉന്നതരാരാ? അർശ് ചുമക്കുന്ന, അള്ളാഹിന്റെ കുർസി ചുമക്കുന്ന മലക്കുകളല്ല. പിന്നെ ആരാണ്? പരിശുദ്ധമായ ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ് ഏറ്റവും വലിയ മഹാന്മാർ മലക്കുകളിൽ. അപ്പോൾ ബദരീങ്ങളുമായി ബന്ധപ്പെടുന്നതിന് ഏറ്റവും വലിയ മഹാത്മ്യമാണ്. അപ്പൊ ഇന്ന് ബദരീങ്ങളെ കുറിച്ച് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു ഇച്ചിരി നേരം പറയുന്നു, നമ്മൾ കേൾക്കുന്നു. എന്താ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്നറിയോ? എന്താ ബെനിഫിറ്റ്? തീർച്ചയായും ദിക്റു സ്വാലിഹീന കഫാറ. സ്വാലിഹീങ്ങളെ കുറിച്ച് നിങ്ങൾ ദിക്ർ ചെയ്താൽ, അതായത് അവരെ കുറിച്ച് നിങ്ങൾ പറയുക, അവരുടെ ചരിത്രം വായിക്കുക, അവരുടെ മദ്ഹ് മനാഖിബുകൾ പറയുക, അതൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് കഫാറത്തുൻ, നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ്. അപ്പൊ പരിശുദ്ധ റമളാനിന്റെ 2ാമത്തെ 10 എന്താ? മഗ്ഫിറത്തിന്റെ 10ആണ്, പാപമോചനത്തിന്റെ 10ആണ്. പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഏറ്റവും പ്രഗത്ഭമായ ഷോർട്ട് കട്ടാണ് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരെ സ്വാലിഹീങ്ങളെ കുറിച്ച് പറയാം. ആ സ്വാലിഹീങ്ങളിൽ ഏറ്റവും മഹാന്മാരാണ് ആര്? ബദരീങ്ങൾ. ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അവരെ കുറിച്ച് പറയലും കേൾക്കലും നമുക്ക് വലിയ മഗ്ഫിറത്ത് കിട്ടുന്ന നന്മയാണ്. മാത്രമല്ല മഹബ്ബത്ത്, സ്നേഹം ആരോട്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ സ്നേഹിക്കപ്പെടുന്നവരോടൊപ്പം മഅയ്യത്ത്, സ്നേഹത്തിന്റെ കൂലി എന്താണെന്നറിയോ? നിസ്കാരത്തിന്റെ കൂലി അറിയാം, നോമ്പിന്റെ കൂലി അറിയാം, സ്വതക്കയുടെ കൂലി അറിയാം. സ്നേഹത്തിന്റെ കൂലി എന്താ? സ്നേഹത്തിന്റെ കൂലി തവാബ്, അത് മഅയ്യത്താണ്. അതായത് ആരോടാണോ സ്നേഹം അവരോടൊപ്പമായിരിക്കും ദുനിയാവിലും ആഖിറത്തിലും. അപ്പൊ ബദരീങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ലൈഫ്, ഒരു സ്റ്റൈൽ നമുക്ക് വേണമെങ്കിൽ അവരോട് സ്നേഹം കാണിച്ചാൽ മതി. നാളെ ആഖിറത്തിൽ ബദരീങ്ങൾ ഏറ്റവും ഉന്നതരായി സ്വർഗത്തിൽ പാറി പറക്കുമ്പോൾ, ഉന്നത റേഞ്ചാണ്, ആ റേഞ്ചിൽ നമുക്ക് എത്തിപ്പെടണമെങ്കിൽ എന്താ മാർഗം? സ്നേഹിച്ചാൽ മതി. ഇതാരാ പറഞ്ഞത്? പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ എന്റെ ഹദീസ്? എവിടെ ഇല്ലാത്തത് ഈ ഹദീസ്? ഇമാം ബുഖാരി തങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ? അൽ മർഉ മഅ മൻ അഹബ്ബ, സമാനമായ ഹദീസുകൾ. അപ്പൊ സ്നേഹിക്കപ്പെടുന്നവരോടൊപ്പമാണ് നിങ്ങൾ ഉണ്ടാകൂ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ മഹാന്മാരായ ബദരീങ്ങളോട് സ്നേഹം കാണിക്കാം. ആ സ്നേഹത്തിന്റെ ഒരു അടയാളമാണ് നമ്മളുടെ ഈ ബദർ ദിനവുമായി ബന്ധപ്പെട്ട എല്ലാം. ഓരോ മഹല്ലിൽ നടക്കുന്ന ബദർ മൗലിദാണെങ്കിലും, അതേപോലെ തന്നെ ഭക്ഷണം കൊടുക്കലാണെങ്കിലും, നോമ്പ് തുറപ്പിക്കലാണെങ്കിലും, യാസീനോത്താണെങ്കിലും, അസ്മാഉൽ ബദർ പാരായണം ചെയ്യലാണെങ്കിലും എല്ലാം എന്താ? യഥാർത്ഥത്തിൽ ബദരീങ്ങളോടുള്ള മഹബ്ബത്ത്. അടിസ്ഥാനം അതാണ് ആണല്ലോ. എന്നാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിലക്കും പരാജയം ഉണ്ടാവില്ല, വലിയ വിജയമാണ്. ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പറയേണ്ട ഒരു കേസ് എന്താണെന്നറിയോ? ഇന്ന് അസർ കഴിഞ്ഞിട്ട് കഴിയുമെങ്കിൽ, അള്ളാഹു അതിന് അവസരം നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, നാം ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? മഹാന്മാരായ ബദരീങ്ങളുടെ അസ്മാഉകൾ, അസ്മാഉൽ ബദർ, അത് ഏറ്റവും ബെനിഫിറ്റാണ് ബദരീങ്ങളുടെ പേരെന്ന് പറയുന്നത്. കാരണം മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ്, ഗുഹാവാസികളായ 7 ചെറുപ്പക്കാരില്ലേ? സൂറത്തുൽ കഹ്ഫ് നമുക്കറിയാലോ. ആ സൂറത്തുൽ കഹ്ഫിൽ ചരിത്രം പറയുന്നത് 7 ഔലിയാക്കളെ കുറിച്ചാണ്. ആ ഔലിയാക്കളുടെ പേര് വേണ്ട, അവരുടെ കൂടെ നടന്ന ഒരു നായ ഉണ്ടല്ലോ, ഖിത്തുമീർ എന്ന പേരിൽ,
തഫ്സീറിന്റെ കിതാബിൽ കാണാം, ആ നായയുടെ പേരുൾപ്പെടെ വീട്ടിൽ എഴുതി വെച്ചാൽ ഒരു ആഫത്ത്, മുസീബത്ത്, അപകടങ്ങൾ ഒന്നും ആ വീട്ടിലുണ്ടാകില്ല. ആ വീട്ടുകാർക്ക് ഖൈറും ബറക്കത്തും സമൃദ്ധിയും അധികരിച്ചു വരും. അത് എഴുതി വെച്ച സ്ഥാപനത്തിൽ, കച്ചവട സ്ഥാപനം എവിടെ ആയിക്കോട്ടെ, അവിടെ വല്ലാത്ത ബറക്കത്തും ഖൈറും ഉണ്ടാകും, നല്ല കച്ചവടം ഉണ്ടാകും. ആ കുടുംബത്തിൽ ഒരു ആഫത്തും വരില്ല, ഒരാൾക്കും അപകടം സംഭവിക്കില്ല. അത്ര വലിയ പവറാണ് എന്ത് പരിശുദ്ധമായ മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ പേര്, അല്ലെങ്കിൽ ഈ നായ, കൂടെ നടന്ന നായയുടെ പേര് പോലും എഴുതി വെച്ചാൽ അങ്ങനെയാണെന്നാണ് ഉലമാ പറയുന്നത്. തഫ്സീറിന്റെ കിതാബിൽ കാണാൻ നമ്മുടെ വകയല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ അസ്ഹാബുൽ കഹ്ഫിനേക്കാൾ എത്രയോ മുകളിലാണ് മഹാന്മാരായ ബദരീങ്ങൾ. വലിയ മഹാന്മാരല്ലേ, അതിന്റെ താഴെയിലെ അസ്ഹാബുൽ കഹ്ഫ്. അപ്പൊ അവരുടെ നാമങ്ങൾ എഴുതുക, അവരുടെ നാമങ്ങൾ ഓതുക, അവരുടെ നാമങ്ങൾ വീട്ടിൽ എഴുതി വെക്കുക, ഭയങ്കര പവറാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ലൈഫ് അവിടെ നിന്ന് മാറാൻ പോവുക. വെച്ചടി തൊടുന്നത് മുഴുവൻ പൊന്നാകും. അപ്പൊ പതിവായി അസ്മാഉൽ ബദർ പാരായണം ചെയ്യുന്നവർക്ക് വലിയ സൗഭാഗ്യം ഉണ്ടാവും. അപ്പൊ ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുക. 2 മിനിറ്റ് 3 മിനിറ്റ് മതിയല്ലോ. മഹാന്മാരായ ബദരീങ്ങളുടെ 313 നമ്മുടെ മൗലിദ് കിതാബിലൊക്കെ ഉണ്ടാകും. വേണ്ട, നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ, അസ്മാഉൽ ബദർ, ബദരീങ്ങളുടെ നാമങ്ങൾ. അങ്ങനെ നോക്കിയിട്ട് തെറ്റുകൂടാതെ ഒന്ന് ഓതാൻ കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടോളൂ അതിന്റെ പവർ. ഇന്ന കസീറൻ മിനൽ ഔലിയാഇ ലം തഹ്സുൽ ലഹുൽ വിലായ ഇല്ലാ ബിഖിറാഅത്തി അസ്മാഇഹി വതവസ്സുലി ബിഹി. എന്താ പറഞ്ഞെന്നറിയോ? എന്താ ഈ ലോകത്ത് ഔലിയാക്കളായിട്ടുള്ള, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ മഹാന്മാരായ വലിമാർ, അവരങ്ങനെ ആയത്, ഭൂരിഭാഗവും വലിമാർ അള്ളാഹുവിന്റെ ഔലിയാക്കളാകാൻ കാരണം ഇല്ലാ ബിഖിറാഅത്തി അസ്മാഇഹി. ശരിക്കും ശ്രദ്ധിക്കണം, അസ്മാഉൽ ബദർ, അള്ളാഹുവിന്റെ ബദരീങ്ങളുടെ നാമം ചൊല്ലിയത് കൊണ്ടാണ് അവർക്ക് വിലായത്ത് കിട്ടിയത്, അവർ ഔലിയാക്കളായതെന്ന്. അപ്പൊ തവസ്സുലും അവരെ അള്ളാഹു അവരുടെ മഹത്വം കൊണ്ട് ഞങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് ഔലിയാക്കളായത് എന്ന് ഉലമാ പറയാൻ. അത്ര പവറ. മാത്രമല്ല ഇന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദരീൻ. ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ എന്താ ദുആ ചെയ്യുന്നത് അത് അല്ലാഹ് നോക്കൂല. നമുക്ക് ആവശ്യമായ ഹലാലായ കാര്യമാണ് ചോദിക്കുന്നത്, എന്ത് ചോദിച്ചാലും കിട്ടും. അത് മുജറബാണ് എന്നാണ്, അത് എക്സ്പീരിയൻസ് പറയാണ്. ആർക്കാ ഇല്ലാത്തത്? എനിക്കില്ലേ, നമുക്കില്ലേ? അസ്മാഉൽ ബദർ ഓതിയിട്ടൊരു കാര്യം ചോദിച്ചാൽ, ബദരീങ്ങളുടെ നാമം ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് ചൊല്ലണം. നല്ല നീയത്ത്, വേറെ ആളെ കേൾക്കാൻ വേണ്ടിയല്ല, നല്ല ഇഖ്ലാസോടുകൂടെ ഒരു വട്ടം ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹിനോട് ചോദിച്ചാൽ എൻ്റെ മിറാക്കിൾ ആ സെക്കൻഡിൽ നടക്കും, അത്ഭുതം നടക്കും. എത്ര വലിയ വിഷയവും എത്ര വലിയ ഇഷ്യൂസും സിമ്പിളായിട്ട് പരിഹരിച്ചു പോകും. ഇപ്പൊ രോഗം ബാധിച്ച ആളുകൾ, മഹാന്മാരായ ആരിഫ്യങ്ങൾ പറയുന്നുണ്ട്, ഒരു രോഗിയുടെ, എത്ര വലിയ രോഗി ആയിക്കോട്ടെ, രോഗം എന്തു ആയിക്കോട്ടെ, അള്ളാഹുവിന് തലവേദനയും ക്യാൻസറൊക്കെ ഒരേപോലെയാണല്ലോ, ഒന്നും വിഷയമല്ലല്ലോ. രോഗിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് അസ്മാഉൽ ബദർ പ്രിയപ്പെട്ടവരെ പാരായണം ചെയ്തിട്ട് ദുആ ചെയ്താൽ അത്ഭുതകരമായി രോഗം മാറിയ അനുഭവം മഹാന്മാരായ ആരിഫ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ വകയല്ല, അത്ര പവറാണ്. ഈ മഹാന്മാരുടെ അസ്മാഉകൾ ഓതിയിട്ട് ദുആ ചെയ്താൽ എത്ര വലിയ മുറാദും. ലോകത്തുള്ള മുഴുവൻ ആളുകൾ പറഞ്ഞു നടക്കാൻ സാധ്യതയില്ല കേട്ടോ, ചുമ്മാ വെള്ളം വാങ്ങി വെച്ചേക്ക്, അല്ലെങ്കിൽ പിന്നെ നടക്കാത്ത സ്വപ്നം നിങ്ങൾ കാണണ്ടെന്നൊക്കെ. പക്ഷേ അത് നടക്കും എന്ന് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത് വലിയൊരു പവറാണ്. അസ്മാഉൽ ബദർ ഓതിയിട്ട് എന്ത് മുറാദും മനസ്സിലാക്കാം. മക്കളുടെ കാര്യത്തിൽ അവർ നന്നാകണം, പഠിക്കണം, അവർ ഉന്നതരാകണം. SSLC +2 എക്സാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്ക് വേണം. എന്താ മാർഗം? അസ്മാഉൽ ബദർ മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് ദ്വാരുന്നാൽ മതി. മക്കൾക്കും ചെല്ലാം, പേരൻസിനും ചെല്ലാം. പഠനം, ആ കാര്യത്തിൽ, പരീക്ഷയുടെ കാര്യം, കുടുംബത്തിന്റെ കാര്യത്തിൽ, കുടുംബത്തിൽ പല ഇഷ്യൂസ് ഉണ്ടാവും, അതൊക്കെ ബറക്കത്താകണം. കച്ചവടം നന്നാകണം, ഇടപാട് ശരിയാകണം. ഏതു കാര്യമെന്നില്ല, എന്തും പൊന്നാകും. പക്ഷേ അസ്മാഉൽ ബദർ മനസ്സറിഞ്ഞ് തെറ്റുകൂടാതെ ഓതി ദുആ ചെയ്താൽ ഇതൊക്കെ കിട്ടും. ഈ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടാൻ ഇന്ന് നമുക്ക് എന്നും പറ്റും. ഇന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നേരം ബദർ നടന്ന നേരമായിക്കോട്ടെ, റമദാൻ 17 അസ്ർ കഴിഞ്ഞിട്ട് കഴിയുമെങ്കിൽ ഒരു വട്ടമെങ്കിലും അത് ചൊല്ലി ദ്വാരക്കണം. അത് ചൊല്ലി ദുആ ചെയ്യുന്ന മജ്ലിസുകളുണ്ടോ, അൽഹംദുലില്ലാഹ് നമ്മളൊന്ന് പ്രസന്റ് ആയി കൊടുക്കണം. വലിയ സൗഭാഗ്യമാണ്. എല്ലാവരെയും ദുആയിൽ ഓർക്കണം. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, ഖൈർ നൽകട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന, നിർബന്ധമായും കമന്റ് രേഖപ്പെടുത്തുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.